പ്രിയപ്പെട്ട കുട്ടികളെ, ഈ വർഷത്തെ പുതിയ SSLC ബുക്കിൻ്റെ ഫസ്റ്റ് വോളിയം വന്നിട്ടുണ്ട്. മാത്തമാറ്റിക്സ് ചാപ്റ്റേഴ്സ് കണ്ടല്ലോ. അരിത്തമാറ്റിക് സീക്വൻസ്, സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, അരിത്തമാറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിബ്ര, മാത്തമാറ്റിക്സ് ഓഫ് ചൈൽഡ്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, ട്രിഗ്നോമെട്രി, കോർഡിനേറ്റ്സ്. വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല, ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമാറ്റിക് സീക്വൻസ് തന്നെയാണ്. പക്ഷേ തേർഡ് ചാപ്റ്റർ ഉണ്ട്, അരിത്തമാറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിബ്രയുമായിട്ട് അരിത്തമാറ്റിക് സീക്വൻസ് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ളതാണ് തേർഡ് ചാപ്റ്റർ വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് അരിത്തമാറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ 1-2 ചോദ്യങ്ങൾ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ പാഠഭാഗത്തിൻ്റെ ആദ്യം തന്നെ കുറച്ച് നമ്പർ പാറ്റേൺസ്, നാച്ചുറൽ നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്, ഹാഫ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, സ്ക്വയർ ഓഫ് നമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കുറച്ച് ഡോട്ട്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. ക്യാൻ യു മേക്ക് ദ ആംഗിൾസ് ബൈ സ്റ്റാക്കിംഗ് ഡോട്ട്സ്? റൈറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ ഈച്ച് ട്രയാങ്കിൾ. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് ദ നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ് ഇൻ ദിസ് പാറ്റേൺ. We can make triangles by stacking dots. Write the number of dots in each triangle. Calculate the number of dots needed to make the next 3 triangles in this pattern. നമ്മളിങ്ങനെ ഇതേ രീതിയിൽ ഡോട്ട്സ് ഇട്ട് പോയാൽ അടുത്ത 3 ട്രയാങ്കിൾസ് കൂടി നമ്മൾ ഇതേ രീതിയിൽ പാറ്റേൺ ഉപയോഗിച്ച് ചെയ്താൽ നമ്പർ ഓഫ് ഡോട്ട്, എത്ര ഡോട്ട്സ് നമുക്ക് ഇതിനകത്തെല്ലാം ഉപയോഗപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടെത്തേണ്ടത്. നോക്കാം. നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി ആദ്യത്തെ ട്രയാങ്കിളിൽ 2 ഡോട്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അടുത്തത് 3 ഡോട്ട്സ്, അടുത്തത് 4 ഡോട്ട്സ്. അപ്പം നെക്സ്റ്റ് ട്രയാങ്കിളിൽ വരേണ്ടത് 5 ഡോട്ടാണ് വരേണ്ടത്. 1 2 3 4 5. അടുത്തത് കുറഞ്ഞു വരണം അല്ലേ. അടുത്തത് 5 ഡോട്ട് വന്നതനുസരിച്ച് അടുത്തത് 6 ഡോട്ട് വരണം. 1 2 3 4 5 6. 1 2 3 4 5. 1 2 3 4. 1 2 3 1 2 1. അടുത്ത ട്രയാങ്കിളിൽ വരേണ്ടത് 6 ഡോട്ട് ആയതുകൊണ്ട് ഇനി 7 ഡോട്ടാണ് വരേണ്ടത്. 1 2 3 4 5 6 7. 1 2 3 4 5 6. 1 2 3 4 5. 1 2 3 4. 1 2 3 1 2 1. അപ്പോൾ ഒരു ട്രയാങ്കിളിൽ ആകെ എത്ര ഡോട്ട്സ് ഉപയോഗിച്ചു നമുക്ക് ഓരോന്നിനെയും കണ്ടെത്തണം. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 3 ആണ് അല്ലേ. 2ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി 3. അടുത്തത് ഈ 3ൻ്റെ കൂടെ 4 ആദ്യം 1, അതിൻ്റെ 1ൻ്റെ കൂടെ 2 കൂട്ടി 3. അപ്പോൾ ഇവിടെ ശരിക്കും സംഭവിച്ചത് 1 + 2 ആണ്. ഇവിടെയോ 1 + 2 + 3 അല്ലേ. 1 + 2 + 3. എണ്ണൽ സംഖ്യകളല്ലേ കൂട്ടിപ്പോണം. അപ്പോൾ ആകെ മൊത്തം 3 2 5 1 6. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഡോട്ട്സ് 6. ഇവിടെയോ 1 + 2 + 3 + 4 വന്നത്. അപ്പോൾ എത്ര വന്നു ടോട്ടൽ? 10 ഡോട്ടാണ് ഇവിടെ വന്നത്. ഇവിടെയോ 1 + 2 + 3 + 4 + 5 എത്ര വന്നു? 15. ഇവിടെയോ 1 + 2 + 15ൻ്റെ കൂടെ എത്രയും കൂടെ വന്നു? 7. 21. ഇവിടെയോ ആഡ് ചെയ്യുമ്പം 28. 21 2 3 4. നാച്ചുറൽ നമ്പേഴ്സ് തിരിച്ചൊന്ന് ഇവിടെ എഴുതാം. 1 2 3 4 5 6 7 8. നോക്കൂ, 1 നമ്മൾ എഴുതി, 1ൻ്റെ കൂടെ 2 ആഡ് ചെയ്താൽ 1 + 2 3 വന്നു. 3 + 3 6. 6 + 4 10. 10 + 5 15. 15 + 6 21. 28 36 ഇങ്ങനെ പോകുന്നല്ലേ. അപ്പോൾ ഇത് നമുക്ക് എന്തെന്ന് മനസ്സിലായി? ഇത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ കണ്ടുപിടിക്കാനുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. n × n + 1/2. ഇതാണ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളിനായിട്ട് ഇവിടെ കാണിച്ചു തരാം. 1 2 3 4 5 6 7 അല്ലേ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇനി 7 എന്ന് കൊടുത്തു. n + വെച്ചാൽ 7 × n + 1 7 + 1 that is 8 divided by 2. 8 7s are 56/2. അല്ലെങ്കിൽ 2ഉം
8 കൂടെ കട്ട് ചെയ്താൽ 4, 7, 4, 28, 28 കണ്ടോ. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഡോട്ട്സ് കംപ്ലീറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഈ ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ, കൂടുതൽ വീഡിയോകളുമായി ടീച്ചർ ഉടൻ തന്നെ എത്താം കേട്ടോ. ഓക്കെ.